ചാമ്പ്യൻസ് ട്രോഫിയിലെ ബ്ലോക്ക് ബസ്റ്റർ പോരാട്ടത്തിൽ പാകിസ്ഥാനെ തകർത്തിരിക്കുകയാണ് ടീം ഇന്ത്യ. ദുബൈയിൽ നടന്ന കളിയിൽ 6 വിക്കറ്റിന്റെ കിടിലൻ ജയമാണ് ടീം ഇന്ത്യ നേടിയത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ 241 റൺസിന് ഓൾ ഔട്ട് ആയപ്പോൾ ഇന്ത്യ 42.3 ഓവറുകളിൽ ലക്ഷ്യം മറികടന്നു. സെഞ്ചുറി നേടി പുറത്താകുന്ന വിരാട് കോഹ്ലിയാണ് ഇന്ത്യയുടെ വിജയശില്പി. അതേസമയം ഈ കളിയിൽ ഇന്ത്യൻ ആരാധകരെ ഏറ്റവും കൂടുതൽ രോഷം കൊള്ളിച്ചത് പാക് സ്പിന്നർ അബ്രാർ അഹമ്മദിന്റെ ഒരു വിക്കറ്റ് ആഘോഷമായിരുന്നു. ഒരു കിടിലൻ പന്തിൽ ഇന്ത്യൻ ഓപ്പണർ ശുഭ്മാൻ ഗില്ലിനെ പുറത്താക്കിയതിനു ശേഷം അബ്രാർ നടത്തിയ ആഘോഷമാണ് ഇന്ത്യൻ ആരാധകരെ ചൊടിപ്പിച്ചത്. 18ാം ഓവറിലെ 3ാം പന്തിലായിരുന്നു ഗില്ലിന്റെ വിക്കറ്റ് വീണത്. അബ്രാർ അഹമ്മദിന്റെ ഒരു കിടിലൻ പന്തിൽ ഗിൽ ക്ലീൻ ബൗൾഡ് ആവുകയായിരുന്നു. ടൂർണമെന്റിലെ തന്നെ മികച്ച പന്തെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ബോളായിരുന്നു അത്. 46 റൺസ് എടുത്ത മികച്ച ഫോമിൽ ബാറ്റ് ചെയ്യുകയായിരുന്ന ഗില്ലിന്റെ വിക്കറ്റ് നേടിയത് അബ്രാർ അഹമ്മദിനെ ആവേശം കൊള്ളിച്ചു. ഗില്ലിനെ നോക്കി ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയിക്കോളൂ എന്ന തരത്തിൽ അബ്രാർ ആംഗ്യം കാണിച്ചു. ഈ വിക്കറ്റ് ആഘോഷം പക്ഷേ ഇന്ത്യൻ ആരാധകർക്ക് ഒട്ടും ദഹിക്കാനായില്ല. ഈ സംഭവത്തിൽ അബ്രാറിന് എതിരെ ആഞ്ഞടിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ആരാധകർ രംഗത്തെത്തി. അബ്രാറിന്റെ ആഘോഷം അതിരുകടന്നെന്നും വളരെ അലോസരപ്പെടുത്തുന്നതാണ് ഇതെന്നും ഇന്ത്യൻ ആരാധകർ കുറിച്ചു. എന്തായാലും കളി ജയിച്ചിട്ടും പാക് താരത്തിന്റെ ഈ വിക്കറ്റ് ആഘോഷത്തിലുള്ള ഇന്ത്യൻ ആരാധകരുടെ കലിപ്പ് തീർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം അബ്രാറിനെ കളിയാക്കിക്കൊണ്ടുള്ള ട്രോളുകൾ നിറയുകയാണ്. എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ ട്രോളിനിരയായ ഏക പാക് താരമല്ല അബ്രാർ. പാക് ഓപ്പണറായ ഇമാം റൺഔട്ട് ആയപ്പോഴും സോഷ്യൽ മീഡിയയിൽ ട്രോൾ പൂരമായിരുന്നു. സുനിൽ ഗവാസ്കറും രവി ശാസ്ത്രിയും കമന്ററി പറയുന്നതിനിടെ ഇമാമിന്റെ റൺഔട്ടിൽ പരിഹസിച്ച് രംഗത്തെത്തിയിരുന്നു. അവർക്ക് ഓടാൻ അറിയില്ല എന്നായിരുന്നു ഇരുവരും തമാശ രൂപേണെ പരിഹസിച്ചത്. ഇതോടെ ട്രോളുകൾ നിറഞ്ഞു. അതേസമയം പാകിസ്ഥാന്റെ സ്റ്റാർ പേസർ ഷഹീൻ അഫ്രീദിക്കെതിരെ രൂക്ഷ വിമർശനം ഉയരുകയാണ്. വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി തടയാൻ മനഃപൂർവ്വം ശ്രമിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അഫ്രീദിയെ ആരാധകർ വിമർശിക്കുന്നത്. ഷഹീൻ അഫ്രീദി എറിഞ്ഞ് 42ാം ഓവർ തുടങ്ങുമ്പോൾ ഇന്ത്യക്ക് ജയിക്കാൻ 17 റൺസും കോഹ്ലിയുടെ സെഞ്ചുറിയിലേക്ക് 13 റൺസുമായിരുന്നു വേണ്ടിയിരുന്നത്. അക്സർ പട്ടേൽ ആയിരുന്നു കോഹ്ലിക്കൊപ്പം ക്രീസിൽ. കോഹ്ലിക്ക് പരമാവധി സ്ട്രൈക്ക് നൽകാനാണ് അക്സർ ശ്രമിക്കുക എന്നുറപ്പായിരുന്നു. എന്നാൽ ആ ഓവറിൽ 4 പന്തുകളിൽ ഷഹീൻ അഫ്രീദി 3 വൈഡുകൾ എറിയുകയായിരുന്നു. അതിലൊന്ന് ലെഗ് സ്റ്റെമ്പിന് പുറത്തേക്കാണ് അഫ്രീദി എറിഞ്ഞത്. വിക്കറ്റിന് പിന്നിലേക്ക് പോയ പന്ത് ബൗണ്ടറി ആകുമെന്ന് കരുതിയെങ്കിലും ബൗണ്ടറി കടക്കാതിരുന്നതോടെ അക്സറിന് സിംഗിൾ ഓടേണ്ടി വന്നു. വിരാട് കോഹ്ലി സ്ട്രൈക്കിൽ എത്തിയതും അഫ്രീദി ഓഫ് സ്റ്റെമ്പിന് പുറത്തെറിയാൻ തുടങ്ങി. ഇതിനിടെ സ്ലോ ബൗൺസർ പരീക്ഷിച്ചപ്പോൾ അമ്പയർ വൈഡ് വിളിച്ചു. ഇതോടെ ഇന്ത്യക്ക് വിജയിക്കാൻ 5 റൺസും കോഹ്ലിക്ക് 3 അക്കം തികയ്ക്കാൻ 6 റൺസും വേണമെന്ന നിലയിലായി. ഈ ഘട്ടത്തിൽ കോഹ്ലിയുടെ സെഞ്ചുറി സംശയത്തിലായതോടെ കാണികൾ അഫ്രീദിക്കെതിരെ കൂവി വിളിക്കാൻ തുടങ്ങി. ലൂസർ എന്ന ചാൻഡുകൾ ഉയർത്തിയാണ് സ്റ്റേഡിയത്തിലെത്തിയ കാണികൾ ഷഹീന്റെ മോശം ബൗളിംഗ് പ്രകടനത്തിൽ പ്രതിഷേധമറിയിച്ചത്. ഷഹീൻ അഫ്രീദി ലോക തോൽവിയാണെന്നും ഇത് മോശം സ്പോർട്സ്മാൻഷിപ്പുമാണെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ പരിഹസിച്ചത്. ഒടുവിൽ വിജയത്തിലേക്ക് 3 റൺസും സെഞ്ചുറിയിലേക്ക് 4 റൺസും വേണമെന്നിരിക്കെ ഖുഷ്ദിൽ ഷായെ ബൗണ്ടറി കടത്തിയാണ് വിരാട് ടീമിനെ വിജയിപ്പിച്ചത്. എന്തായാലും കളിയിൽ തോൽക്കുക മാത്രമല്ല ട്രോൾ വാരിക്കൂട്ടുകയും ചെയ്തിരിക്കുകയാണ് പാക് താരങ്ങൾ.